അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കീഴാളായിട്ട് ആ രാഷ്ട്രം നിൽക്കണമെന്നാണ്. നമുക്കറിയാം, ഗൾഫ് മേഖലയിലുള്ള മറ്റനേകം രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളെയെല്ലാം അമേരിക്ക അവരുടേതായ വലയത്തിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെതായ ബാധ്യതകൾ ആ രാഷ്ട്രങ്ങൾക്കാകെ ഉണ്ടാവുകയുമാണ്. എന്നാൽ ഇറാൻ അതിന് സന്നദ്ധമല്ല. ഇറാൻ സന്നദ്ധമില്ലാതിരിക്കുമ്പോൾ ഇറാനെ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിർത്താൻ വേണ്ടി അമേരിക്ക പലവിധ സമ്മർദ്ദ മാർഗങ്ങൾ ഉപയോഗിക്കുകയും അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത ഭരണാധികാരി ആയത്തുള്ള ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിക്കുന്ന വീടിന് നേരെ ഇക്കാലത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നു. അവരെ ആകെ കൊലപ്പെടുത്തും. എന്തൊരു മര്യാദഘട്ട നടപടിയും! ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ആധുനിക ലോകത്ത് സ്വീകരിക്കാൻ കഴിയുന്ന നടപടിയാണ്. പക്ഷേ അമേരിക്ക ഇത് ചെയ്തു. ആ ചെയ്ത അമേരിക്ക ആ തെറ്റിനെ ന്യായീകരിക്കുന്നതാണ് നാം കണ്ടത്. അത് ലോകത്തോട് വിളിച്ചു പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് നാം കണ്ടു. അമേരിക്ക ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവര് ചിന്തിച്ചിരുന്നത്, ഏതാനും ദിവസം കൊണ്ട് ഇറാനെയാകെ ഭസ്മീകരിച്ച് തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അനിതരസാധാരണമായ ചെറുത്തുനിൽപ്പ് തന്നെ ഇറാനിൽ നിന്ന് ഉണ്ടായതായി നാം കാണുന്നു. അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിക്കുന്ന പ്രതിരോധ രീതികൾ ഇറാൻ സ്വീകരിക്കുന്ന ലോകം കണ്ടു. അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ അത്ര വേഗം ഇറാനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന് ഇപ്പോൾ അമേരിക്കക്ക് തന്നെ ബോധ്യമായിരിക്കും. ഏതായാലും ലോകം ഈ കാര്യത്തിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചു. അതിലൊന്നാണ് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആക്രമണങ്ങളിലെല്ലാം അമേരിക്ക തുടക്കം കുറിക്കും. പിന്നെ അമേരിക്കയുടെ കൂടെ സഹായത്തിനായി പിന്തുണയുമായി നേറ്റോ എത്തിച്ചു. സൈനികരും ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും എല്ലാം അമേരിക്കക്ക് പിന്തുണയായി വന്നു ചെയ്യും. എന്നാൽ ഇറാന് നേരെ ആക്രമണം നടത്തിയപ്പോൾ നേറ്റോ രാഷ്ട്രങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങളിതിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, നേറ്റോവിലെ അംഗരാഷ്ട്രങ്ങൾ എന്ന നിലക്ക് അമേരിക്കക്ക് ആ നേറ്റോ അംഗരാഷ്ട്രത്തിൻ്റെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ അവകാശമുണ്ടാകും. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. യുദ്ധാവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഭൂമി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന നിലപാട് അവരെടുത്തു. അത് അമേരിക്ക കാണിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുള്ള ആക്രമണത്തോടുള്ള വിയോജിപ്പ് തന്നെയായിരുന്നു. നേറ്റോ രാഷ്ട്രങ്ങൾ മാത്രമല്ല, ലോകത്തിലെ മറ്റു പല രാഷ്ട്രങ്ങളും അതിനെ
എതിർക്കാനും വിമർശിക്കാനും തയ്യാറായി. അമേരിക്കയിൽ തന്നെ വൻതോതിലുള്ള ജനസഞ്ചയം അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കണ്ടു. ലോകത്താകെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു. ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ വലിയ തോതിൽ ലജ്ജിക്കേണ്ടവരായി ഇന്ത്യക്കാർ വന്നു ഭവിച്ചിരിക്കുന്നു. കാരണം ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാടാണ് മുൻപ് സ്വീകരിച്ചിരുന്നത്. അത് തീർത്തും സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടായിരുന്നു. നമ്മുടെ രാഷ്ട്രം ചേരിചേരാ നയമാണ് നേരത്തെ അംഗീകരിച്ചിരുന്നെങ്കിലും ചേരിചേരാ നയത്തിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്താകെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾക്ക് ഇന്ത്യയുടെ ശബ്ദം അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒന്നായിരുന്നു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ആ കാലത്ത് മുഴങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ശബ്ദം ആ തരത്തിലല്ല മുഴങ്ങുന്നത്. ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കക്ക് കീഴ്പ്പെട്ടുള്ള നയമാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണമായും അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കുന്നു. അമേരിക്കയുടെ വിധേയത്വം മാത്രമല്ല, അമേരിക്കയുടെ ഒക്കെ ചങ്ങാതിയായി പ്രവർത്തിക്കുന്ന ഇസ്രയേൽ മറ്റൊരു അന്താരാഷ്ട്ര തെമ്മാടി രാഷ്ട്രമാണ്. ആ ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇന്ത്യ ലോകത്ത് പാലസ്തീനെ അംഗീകരിച്ച ആദ്യ രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു. പാലസ്തീനോടൊപ്പമായിരുന്നു എല്ലാ കാലത്തും. പാലസ്തീനെ പൂർണ്ണമായി പിന്താങ്ങുന്ന നിലയാണ് നാം സ്വീകരിച്ചത്. ഇന്ത്യയുടെ നയം അതായിരുന്നു. ഒരു ഘട്ടം വരെ പ്രവാസ ജീവിതം കഴിച്ച നിങ്ങൾക്കറിയാം, ഒരു ഘട്ടം വരെ ഇസ്രയേലുമായി യാതൊരു ബന്ധവും നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നില്ല.